ഹൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോംബി ബ്രേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് കേബിള്, ബാക്കിലൊരു ബ്രേക്ക് കേബിള്. ഫ്രണ്ടിൽ ബ്രേക്ക് പിടിച്ചാൽ ഫ്രണ്ടിൽ ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്യും, ബാക്കിൽ ബ്രേക്ക് പിടിച്ചാൽ ബാക്കിൽ മാത്രം അപ്ലൈ ചെയ്യും. ഇപ്പോൾ നമ്മൾ പണ്ട് പൊതുവെ എല്ലാവരും പറയും വണ്ടി ഓടിപ്പോകുമ്പോൾ ആദ്യം ബാക്ക് ബ്രേക്ക് പിടിച്ചതിന് ശേഷമേ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കില്ല, അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി മറിയും, അല്ലെങ്കിൽ വണ്ടി സ്കിഡ് ആവാൻ ചാൻസ് കൂടുതലാന്നൊക്കെ പറയും. അപ്പം ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കോംബി ബ്രേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം കൊണ്ടുവന്നത്. കോംബി ബ്രേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും ഒരേപോലെ അപ്ലൈ ആവും. കാരണം മീൻസ് ഫ്രണ്ടും ബാക്കും ഒരേപോലെ ബ്രേക്ക് അപ്ലൈ ആവുന്നതുകൊണ്ട് നമുക്ക് സ്കിഡിങ് അവോയ്ഡ് ആവും. അപ്പോൾ അതേപോലെ നല്ല ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂടും. ഇപ്പം ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ കോംബി ബ്രേക്ക് അപ്ലൈ ആവും, ഫ്രണ്ട് ബ്രേക്ക് മാത്രം പിടിച്ചാൽ ഫ്രണ്ടിൽ മാത്രമേ അപ്ലൈ ആവത്തുള്ളൂ. അപ്പം ഈ ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലും കൂടെ ആ ബ്രേക്കിംഗ് എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി ഫ്രണ്ടിലും അതിനകത്ത് ക്യാമിനകത്ത് കൊടുത്തിരിക്കുകയാണ്. ഈ ക്യാം ഫ്രണ്ടും ബാക്കും അപ്ലൈ ആവും. ആ സമയത്ത് നമുക്ക് നല്ലപോലെ ഒരു ബ്രേക്കിംഗ് കിട്ടും. ഇതാണ് ഈ കോംബി ബ്രേക്ക് സിസ്റ്റം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോഴുള്ള എല്ലാ BS6 വണ്ടിയിലും പഴയ വണ്ടിയിലെല്ലാം BS4 വണ്ടിയിലും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് സിസ്റ്റങ്ങൾ BS6 വന്നിട്ടുണ്ട്. അപ്പം ഈ കേബിൾ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോംബി കേബിളായിട്ട് തന്നെ മാറേണ്ടി വരും. അപ്പം ഇത് ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ ആണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയറും എല്ലാം കൊടുക്കണം. താങ്ക് യു സോ മച്ച്.